സുഹൃത്തുക്കളെ, സംസ്ഥാനത്തെ 1500ഓളം സർക്കാർ ജീവനക്കാർ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നു എന്നാണ് മാധ്യമങ്ങളിൽ കാണുന്ന വാർത്ത. ഇത് മാധ്യമത്തിൽ വന്ന് മറ്റു മാധ്യമങ്ങളിലും കാണുന്നുണ്ട്. ഇങ്ങനെയുള്ള കള്ളന്മാരെയൊന്നും ആരും അപമാനിക്കുന്നില്ല, ഇവരൊക്കെ സംരക്ഷിക്കുകയാണ്. ഇതാണ് നമ്മുടെ നാടിൻ്റെ സംസ്കാരം. അപ്പോൾ ഇതിന് ശിക്ഷ എന്താ? തുക പലിശയടക്കം തിരിച്ചു പിടിക്കും, ഇത് മാത്രമാണ് ശിക്ഷ. അങ്ങനെയല്ലല്ലോ. അതിന് പുറമെ ഇവർ തടവിൽ ഇടണം. എന്തുകൊണ്ടാണ് മോഷണം കുറ്റമാകുന്നത്? അനർഹമായ സംഗതി അവർ നേടിയെടുക്കുന്നതുകൊണ്ടാണ്. അപ്പോൾ സമൂഹത്തിൽ ജീവിക്കാൻ ചില മാനദണ്ഡങ്ങൾ സമൂഹം ഉണ്ടാക്കിയിട്ടുണ്ട്, അതിനെതിരെ പ്രവർത്തിക്കുന്നതുകൊണ്ടാണ്. ഇപ്പോൾ മോഷണം കാണിക്കുന്നവനും വഞ്ചിക്കുന്നവനും ഒക്കെ അധ്വാനിക്കുന്നുണ്ട്. അവൻ പല സ്മാർട്ടായിട്ടും, സ്മാർട്ട്നെസ് ഒന്നും പറയാൻ പറ്റില്ല, വഞ്ചിക്കുക, കളവ് പറയുക എന്നൊക്കെ പറഞ്ഞ സ്മാർട്ട്നെസ് ആണെന്ന് ഞാൻ കരുതുന്നില്ല. അപ്പോൾ എന്തായാലും അവർ ഇപ്പോൾ ഇനി കക്കാനാണെങ്കിൽ തന്നെ കുത്തി തുറക്കണം, തുറപ്പം പണി, പിന്നെ അതിലൊരു വൈദഗ്ധ്യം വേണം. അപ്പോൾ അതിലും അവർ അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ സമൂഹം അംഗീകരിച്ച വഴിയല്ല, സമൂഹം അംഗീകരിച്ച ചില മാർഗങ്ങളുണ്ട്. അപ്പോൾ ആ മാർഗത്തിലൂടെ വേണം നമുക്ക് കാര്യങ്ങളൊക്കെ മുന്നോട്ട് നീങ്ങാൻ. അതിനെതിരെ പ്രവർത്തിക്കുന്നവരെ നമ്മൾ ശിക്ഷിക്കുകയും വേണം. ആ ഒരു പോളിസി അനുസരിച്ച് ഇങ്ങനെയുള്ള ആളുകൾ, അപ്പോൾ കോളേജ് അധ്യാപകൻ ആലോചിക്കണം. അപ്പോൾ ഇവരെ പലിശയടക്കം തിരിച്ചു പിടിക്കുക, എങ്ങനെ ഇവരുടെ മുഖം നാട്ടുകാരെ അറിയിക്കാതിരിക്കുക, ഇവരുടെ പേര് വിവരങ്ങൾ പരസ്യപ്പെടുത്താതിരിക്കുക എന്നുള്ളതൊക്കെ സമൂഹത്തോട് ചെയ്യുന്ന അനീതിയാണ്, വലിയ കുറ്റകൃത്യമാണ്. ഇതൊന്നും നാട്ടുകാർ മൈൻഡ് ചെയ്യുന്നില്ല. നാട്ടുകാർക്ക് വർഗീയ കലാപം, പിന്നെ വർഗീയത, ഇതൊക്കെയാണ് നാട്ടുകാർക്ക് ഇഷ്ടം. വെറുതെ അല്ല നാട് മുടിഞ്ഞു പോകുന്നത്. എന്നിട്ട് അറബിയുടെയും സായിപ്പിൻ്റെയും ഒക്കെ വേണ്ടാത്ത സ്ഥലങ്ങളൊക്കെ കഴുകി കൊടുക്കുന്നതും അതുകൊണ്ടാണ്. അപ്പോൾ അതൊരു നന്മ എന്ന രീതിയിൽ നമുക്ക് വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ പക്ഷെ അതല്ല, ഇത് സായിപ്പിൻ്റെയും അറബിയുടെയും ഒക്കെ ആസനം കഴുകി കൊടുക്കുന്നത് എന്തുകൊണ്ടാണ്? ഗതികേട് കൊണ്ടാണ്. നാട്ടിൽ ഇങ്ങനെയുള്ള വൃത്തികേടുകൾ, വർഗീയത, ഇവർക്ക് വർഗീയതയാണ് ഇഷ്ടം. നാട്ടിലെ പ്രധാന വിഷയങ്ങൾ എന്താ? വർഗീയത. അതുകൊണ്ട് നാട്ടുകാർക്ക് എന്തെങ്കിലും നേട്ടമുണ്ടോ? നാട്ടുകാർക്ക് എന്തെങ്കിലും ഉപകാരമുള്ള വിഷയങ്ങളാണ് നാട്ടുകാർക്ക് അത് താല്പര്യമില്ല. എങ്ങനെയാണ് നാട് നന്നാവുക?